ഹായ് കൂട്ടുകാരെ, എന്താണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വെച്ചു. ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി, അതായത് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് എല്ലാവർക്കും അറിയില്ലേ? കാവത്ത് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായതല്ല, അപ്പുറത്തെ വീട്ടിലുണ്ടായപ്പോൾ ചേച്ചി തന്നതാട്ടാ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ പുഴുക്കെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ തിരുവാതിരയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കിയൊരു കഷ്ണം കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 മണിക്ക് പിള്ളേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാട്ടാ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുമ്പോഴേക്കും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് പോയിട്ട് അടിപൊളിയായിട്ട് സ്നാക്സ് ഉണ്ടാക്കാം. വായോ. അപ്പോൾ അതാ കാവത്ത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കറ പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ തൊലി കളഞ്ഞ അപ്പം തന്നെ വെള്ളത്തിലിട്ട് വെച്ചത്. ഇനി നമുക്കിതൊന്ന് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കണം കേട്ടോ. ഇതാ ഈ കാവത്തിൻ്റെ പീസ് നമ്മൾ എങ്ങനെയാണ് കഷ്ണങ്ങളാക്കണമെന്ന് വെച്ചാൽ നമ്മളിതേ വട്ടനൽ ഇതേപോലെ പീസാക്കി എടുക്കുകയാണ് കേട്ടോ. പീസാക്കിയിട്ട് വെള്ളത്തിലിടുക തന്നെ വേണം, കാരണം പെട്ടെന്ന് കറ വരുന്നൊരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വേഗം വേഗം അരിഞ്ഞെടുക്കട്ടെ. നന്നായി നൈസായിട്ടും പാടില്ല, അധികം കട്ടിയിലാക്കാൻ പറ്റില്ല. ആ ഒരു ഇത്ര കനത്തിൽ നിങ്ങൾ എടുക്കാം കേട്ടോ. അപ്പോൾ കാവത്ത് ഞാൻ പീസുകളാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളം നമുക്കൊന്ന് കഴുകണം. ഭയങ്കര ഒരു കൊഴുകൊഴുപ്പായിട്ടുള്ള വെള്ളമല്ലേ, വെള്ളം കളഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒന്ന് വാർത്ത് വയ്ക്കാം കേട്ടോ. സ്നാക്സ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക വേണ്ടോ, നമുക്കത് വയ്ക്കാം. ഇഡ്ഡലി ചെമ്പിൽ നമ്മുടെ ഇത് എല്ലാം പരത്തി കൊടുക്കാം. അധികം വേവില്ലാത്ത സംഭവം കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ കാവത്ത് എന്ന് പറയുന്ന സംഭവം. അധികം വെന്ത് പോകാനും പാടില്ല കേട്ടോ. നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളിത് വെക്കുമ്പോഴേക്കും ഭയങ്കര ഒരു വഴുക്കൽ പോലത്തെ ഒരു സംഭവമല്ലേ ഇത്. അപ്പോൾ ഇങ്ങനെ കയ്യിൽ നിന്ന് തെന്നി പോവുക കേട്ടോ. അത് വെന്ത് കഴിഞ്ഞാൽ അതൊക്കെ മാറിപ്പോവും കേട്ടോ. അപ്പോൾ അത് ഒറ്റ ട്രിപ്പിൽ തന്നെ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാവത്തൊന്നും ഇഷ്ടമില്ലാത്ത മക്കൾക്ക് ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വൈകിട്ട് വരുമ്പോൾ ഇതെന്താണെന്ന് അവർ നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് കാവത്താണെന്ന് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ നിറച്ചിട്ട് അടയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒന്ന് കത്തിയൊക്കെ എടുത്ത് ഒന്ന് കുത്തി നോക്കിയപ്പോൾ നമ്മുടെ കാവത്ത് വെന്തിട്ടില്ല കേട്ടോ. ഒരു വേവാത്തൊരു ഇതുപോലെ തോന്നി. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് കൂടി കഴിയട്ടെ എന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചു കേട്ടോ. അതിന് മുന്നേ നമുക്കിതൊരു ബാറ്റർ തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഞാൻ. ഈ കടലമാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാവത്ത് പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിതിൽ ഈ ബാറ്ററിൽ നല്ല ഉപ്പ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മുളക് പൊടിയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ തന്നെ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന വിധത്തിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് ബാറ്റർ ഒന്ന് റെഡിയാക്കാം കേട്ടോ. 1 കപ്പ് കടലമാവ് എടുത്തിട്ട് എനിക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിക്കേണ്ട വന്നു കേട്ടോ. ഞാനത് കുറേശ്ശെ ആയിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കട്ടിയുള്ള നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടി പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ കാവത്ത് വെന്തോ നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ കാവത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കാവത്തൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പൊട്ടിപ്പൂവേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇപ്പോൾ ഈ ഒരു വഴുക്കിൽ നിന്നുള്ള ഒരു ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചൂടാറാൻ വെക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. അതിന് ശേഷം നമ്മുടെ ഈ ബാറ്റർ നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തൊട്ടൊന്ന് നോക്കി കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ ആദ്യം കുറച്ചല്ലേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എത്തണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
കുറച്ച് എള്ള് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എള്ളിന് പകരം ചെറിയ ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, അതൊരു വേറെ ഫ്ലേവർ ആവുമെന്ന് മാത്രം. അപ്പോൾ അതേ ഞാൻ എള്ളാണ് ഇട്ട് കൊടുത്തത്, അപ്പോൾ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ പലഹാരത്തിന്. അപ്പോൾ അതേ എള്ള് ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിനിത് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഓയിൽ നന്നായി ചൂടാവട്ടെ. ഓയിലോ വെളിച്ചെണ്ണയിലോ എന്തിൽ വേണമെങ്കിലും പൊരിച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേ ഞാൻ ബാറ്ററിൽ നമ്മുടെ ഈ കാവത്തൊക്കെ ചൂടാറിയിട്ടുള്ളത് എല്ലാം മുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്റർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരൊറ്റ ട്രിപ്പിൽ ഒരു 5-6 എണ്ണം എടുത്തിട്ടുള്ളൂ. കണ്ടില്ലേ, ഞാൻ ആക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോണ്ട് തിക്ക് ഉണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. അപ്പോൾ അതേ കാവത്തൊക്കെ എല്ലാം ഇതിൽ മുക്കിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ഓരോ കാവത്തായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5-6 ചെറിയ പീസായ കാരണം ഒറ്റ ട്രിപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം. ഇത് കുട്ടികളൊന്നും കാവത്ത് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഇത് കാവത്താണ് എന്നുള്ളത്. അവർക്ക് അറിയേ പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 5-6 എണ്ണമൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇതിൽ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അധികം വേവാനുള്ള ടൈമൊന്നുമില്ല. കടലമാവായ കാരണം പെട്ടെന്ന് തന്നെ വേഗം തന്നെ മറിച്ചിടണം കേട്ടോ. അപ്പോൾ ഉള്ളിലുള്ള നമ്മുടെ കാവത്ത് നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടുള്ളതാണോ, അപ്പോൾ കടലമാവ് ഒന്ന് വേവാനുള്ള ഒരു ടൈം മാത്രം മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വേഗം റെഡിയാവും കേട്ടോ. നമ്മൾ ചായ വെക്കുന്ന നേരം കൊണ്ട് ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ വേഗം തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2 എണ്ണം കൂടെ ഒട്ടിയപ്പോൾ ഞാനിത് അവനങ്ങടെ നീക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ വലിയ കാവത്തല്ലാത്ത കാരണം നമുക്കൊരു 5 എണ്ണം ഇങ്ങനെ ഇടാൻ പറ്റിയിട്ടോ. എന്നിട്ട് ഞാൻ 2 ഭാഗം ഒന്ന് മറച്ച് ഇട്ടിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി സ്നാക്സ് തന്നെയാണ് കേട്ടോ. പിള്ളേർ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. ഇതിലെരിവും മുളക് പൊടിയൊക്കെ ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരണത്തിന് ഇടാം കേട്ടോ. കാരണം എരി കൂടുതലുള്ളവർക്ക് അതിനനുസരിച്ച് കൂട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കൊരു 3-4 ട്രിപ്പ് ഇങ്ങനെ പൊരിച്ചെടുക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്ലേറ്റ് നിറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് വിശപ്പ് മാറാനും എല്ലാത്തിനും അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം മറിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കാവത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി ഐറ്റം തന്നെയാണ്. കഴിക്കാത്ത കുട്ടികൾക്ക് എന്തായാലും ഇത് കൊടുത്താൽ എന്തായാലും അവർ കഴിക്കും കേട്ടോ. നമ്മളതൊന്ന് കോരി വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കൂടി കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഉള്ളിൽ നല്ലോണം വെന്തിട്ടുള്ള കാവത്തും കൂടി ആയി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഓരോന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു 4-5 ട്രിപ്പ് പൊരിച്ചെടുക്കാനുള്ളത് എനിക്കുണ്ടായിരുന്നു. ഇനി ഇതാ പൊരിച്ചെടുത്തത് ഞാൻ നല്ല ചൂടോടെ ആകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അതാ ഒപ്പം തന്നെ കട്ടൻ ചായയും ഇതുമുണ്ട്. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തിയും കൂടി ആകുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ദാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. സംഭവം സൂപ്പറാണ്. നോക്കൂ, കണ്ട നമ്മുടെ കാവത്തൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മുക്കിയിട്ട് നമുക്ക് കഴിക്കട്ടോ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. കഴിച്ചാൽ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ചമ്മന്തിയും കൂടി ആകുമ്പോൾ ഒരു എരിവും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ചമ്മന്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കട്ടൻ ചായയുടെ ഒപ്പം ഇത് പൊക്കോളൂ കേട്ടോ. കുറച്ച് എരിവും കൂടിയും ഇഷ്ടമുള്ളവർക്ക് ചമ്മന്തി എടുക്കാം. സൂപ്പറാണ്. ഇത് ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ സൂപ്പറായിരുന്നു. എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാവത്തൊക്കെ കിട്ടുന്ന സമയമൊക്കെ തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ PR വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.